നമ്മളപ്പോൾ ഇന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ്. അതായത് നവമീൻ്റെ എല്ലാം ഭാഗമായിട്ട് അവിടെ വലിയൊരു പരിപാടി നടക്കുന്നുണ്ട് പോലും. അപ്പോൾ അതിന് പോകുന്നതാണ്. നമ്മൾ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. ഊബർ നോക്കിയിട്ട് ഊബർ കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഓട്ടോ കിട്ടി ഇവിടുന്ന്. അന്നേരം ഓട്ടോന് നമ്മൾ ഈസ്റ്റ് ഫോർട്ടിലേക്ക് പോവാണ്. ഈസ്റ്റ് ഫോർട്ടിലാണ് അമ്പലം ഉള്ളത്. അപ്പോൾ ഞങ്ങളെ ഹൗസ് ഓണർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത്. നവമീൻ്റെ ഭാഗമായിട്ടുള്ള എന്തോ പരിപാടിയാണ്. ആനേൻ്റെ മുകളിലത്തെ എഴുന്നള്ളിപ്പൊക്കെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഞങ്ങളിതുവരെ ഇതൊന്നും കണ്ടിട്ടില്ല, ഞങ്ങളുടെ നാട്ടിലില്ലല്ലോ. അപ്പം ഇങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. കോഴിക്കോട് ജസ്റ്റ് ഇത് മാത്രമേ ഉണ്ടാവും. ജസ്റ്റ് ബുക്ക് വെക്കുന്ന ഒരു പരിപാടി ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് വേറൊന്നും ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഇതെല്ലാം ആദ്യമായിട്ട് കാണുന്നതല്ലേ. ആനേൻ്റെ മേലെ കന്യാകുമാരിയിൽ നിന്ന് ഒരു ആന നടന്നു വരും. പിന്നെ പല്ലക്കിലെല്ലാം വരും. അപ്പോൾ ഗണപതിനെയും സരസ്വതീനെയും ഒക്കെ മുരുകനെയൊക്കെ കൊണ്ടുവരും. എന്നിട്ട് ഇവിടം വരെ നടന്നു വരികയാണ്. അപ്പോൾ അതെല്ലാം ഭയങ്കര ഇതാണ്, ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര അത്ഭുതം തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ അന്നെല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ അതിൽ ഇങ്ങനെ കുഞ്ഞിക്കുട്ടികളെ ഘോഷയാത്രയ്ക്ക് വേഷമെല്ലാം കെട്ടിച്ചിട്ട് വരുന്നുണ്ട്. മുരുകനായിട്ടും പിന്നെ സരസ്വതി ആയിട്ടും എല്ലാം ഇങ്ങനെ വരുന്നുണ്ട്. അവിടെ കച്ചേരി നടക്കുന്നുണ്ട്. നമ്മളത് കുറച്ചൊന്ന് കേട്ടിരുന്ന്. പിന്നെ കുറേ ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ. നമുക്ക് ആൾക്കാരെ തട്ടി നടക്കാനാകുന്നില്ല, ഭയങ്കര തിരക്കായിപ്പോയി. ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റിയില്ല, ഹൈറ്റും ഇല്ലല്ലോ ഒന്നാമത്. എല്ലാവരും ജോലിയെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് ഇത് കാണാൻ വേണ്ടി മാത്രം വന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. അമ്പലത്തിൻ്റെ ഫ്രണ്ട് തൊട്ട് അങ്ങ് അറ്റം വരെ നിറച്ച ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്. ചെറിയ കുട്ടികളും വലിയ ആൾക്കാരും എല്ലാവരും ഉണ്ട്. എല്ലാവരും ഭയങ്കര ഇത് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിൽക്കുന്നത്. അങ്ങ് ദൂരെ നിന്ന് നല്ല ആൾ വരുന്നുണ്ട്. കാരണം ഇത് അങ്ങ് കന്യാകുമാരിനെ തുടങ്ങിയിട്ട് വരുന്നതല്ലേ. അപ്പം തമിഴ്നാടിനും എല്ലായിടുന്നു ആൾക്കാർ ഇതെല്ലാം കാണാൻ വരും. ഓരെല്ലാം അതേ വന്ന് എന്താ പറയുക, സ്ഥലത്ത് കറക്റ്റ് കാണാനായിട്ട് നിൽക്കുന്നതിൻ്റെ തൊട്ട് നിൽക്കുമോറെല്ലാം. അവിടെ പിന്നെ പോലീസുകാരും പട്ടാൾക്കാരെല്ലാം ഉണ്ട് നമ്മൾ സേഫ്റ്റിക്കൊക്കെ വേണ്ടിയിട്ട്. ഇവരിത് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആചാരമാണ്. ഇവരിങ്ങനെ ഇത്രയും കിലോമീറ്റർ നടന്നെല്ലാം വരുന്നത്. പിന്നെ ആന നടക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. നമ്മളെ നാട്ടിലൊന്നും അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. പക്ഷേ ഇവിടെ ഭയങ്കര ഇതാണ്. ഇതിനൊക്കെ ഇങ്ങനെ വിശ്വാസം ആചാരമൊക്കെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ഇന്ന് മഴ പെയ്യുന്നൊക്കെയാണ് ഇവിടുത്തെ ഒരു രീതി. മഴ ഇന്നെന്തായാലും പെയ്യും. പിന്നെ ഭയങ്കര അത്ഭുതം തോന്നും നമുക്കിതെല്ലാം കാണുമ്പോഴത്തേക്ക് തന്നെ. അങ്ങനെ ആനയെല്ലാം ഇപ്പോൾ ഇവിടെ എത്തി. പിന്നെ പല്ലക്കിലുള്ള മറ്റേ മുരുകനെയെല്ലാം അങ്ങ് ആര്യശാലയിൽ അങ്ങോട്ടൊരു അമ്പലമെല്ലാം ഉണ്ട്. പിന്നെ ചെന്തിട്ട എന്ന് പറഞ്ഞാൽ അവിടത്തേക്കും കൊണ്ടുപോകും. പിന്നെ അങ്ങനേ നടന്ന് വന്ന വിഗ്രഹമല്ലല്ലോ ആനേൻ്റെ പുറത്തുള്ള. അപ്പം അതിനെ ഒന്ന് ശുദ്ധീകരിക്കേണ്ട ഭാഗമായിട്ട് അതിനെ ഇറക്കി വെച്ച് ഒന്ന് ഇതാക്കുകയൊക്കെ ചെയ്യും. ആനയും ഘോഷയാത്ര ഒക്കെ വന്ന സമയത്ത് ആൾക്കാരെല്ലാം ഇത് കാണാൻ വേണ്ടി ഇങ്ങനെ തിങ്ങുന്നുണ്ട്. അന്നേരം പോലീസുകാർ വേഗം ഓരെയൊക്കെ സൈഡിലേക്ക് മാറ്റുന്നുണ്ട്. എന്താ വെച്ചാൽ ആനയെ ഒക്കെ നിൽക്കാനൊക്കെ സ്ഥലം വേണ്ട. അപ്പോൾ ഈ ആൾക്കാരും കുട്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതുകൊണ്ട് ഇവരിങ്ങനെ ആൾക്കാരെയൊക്കെ നിറച്ച് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. നമുക്ക് തന്നെ കാണാൻ പറ്റുന്നില്ലേനോ, നമ്മളതിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് കണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ വിഗ്രഹം ഇറക്കിയിട്ട് ആന പത്മനാഭനെ തൊഴുത് അങ്ങനെ തിരിച്ചു പോകുന്ന അങ്ങനെ ഒരു ചടങ്ങ് അങ്ങനെയാണ് നടക്കുക. അപ്പോൾ നമ്മളിതെല്ലാം കണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതെല്ലാം കണ്ട് നമ്മളിനിപ്പോൾ തിരിച്ച് നടന്ന് എന്താ വെച്ചാൽ ഭയങ്കര തിരക്കേനു. അതുകൊണ്ട് നമ്മളങ്ങ് തിരിച്ച് പോകാമെന്നുള്ളതായി. പല്ലക്കെല്ലാം പോകുന്നുണ്ട് തിരിച്ച്. അങ്ങനെ ഞങ്ങളിതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. ഞങ്ങളെ ഹൗസ് ഓണറെ കണ്ട് ഓരോടിയാണ് ഞങ്ങൾ തിരിച്ച് വന്നത്. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി ഭക്ഷണമൊക്കെ കഴിച്ച്. ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് ബസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കുറേ ബസ്സൊക്കെ നോക്കി, ബസ് കിട്ടിയില്ല. അങ്ങനെ ഏട്ടൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അതിനകത്താണ് ഞങ്ങളെല്ലാവരും കൂടെ തിരിച്ച് വന്നത്. ഇനിയിപ്പം റൂമിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.